നന്ദിച്ചേട്ടാ, കഴിഞ്ഞ ദിവസം ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ദിവ്യ ഉണ്ണിയുടെ വിദ്യാർത്ഥികളെ അവര് പരിശീലിപ്പിക്കുന്ന കുട്ടികളെല്ലാം 1000-ഓളം പേരുകൾ അടങ്ങിയിട്ടൊരു നൃത്തം നടന്നിരുന്ന ഉമാ തോമസിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപകടം നടന്ന ഒരു സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മൃദംഗനാഥം എന്ന് പറയുന്നത് തട്ടിപ്പാണോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നടന്ന സംഭവങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഉമാ തോമസ് വീണത് കൊണ്ട് മാത്രമാണ് ആ കേസ് ഈ തട്ടിപ്പാണോ ഇല്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ഇല്ലെങ്കിൽ ഇതൊരു മഹത്തായ സംഭവമെന്നും കേരളം ഇതാ ഗിന്നസ് റെക്കോർഡിൽ പേര് തെളിയിച്ചിരിക്കുമെന്നും കേരളത്തിലെ നർത്തകർ അവരുടെ ശക്തി കാണിച്ചുവെന്നും അത് ഭയങ്കരമായിട്ട് നമ്മളെ പത്രങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ആ വലിയ 10,000 കേട്ടോ 10,000-ഓളം നർത്തകരാണ് അവിടെ ഈ ഭരതനാട്യം അവതരിപ്പിക്കാൻ വന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് നമ്മളെ പത്രങ്ങൾ വാഴ്ത്തി പാടിയേനെ. പക്ഷെ അതിനകത്ത് കിടന്ന നിയമവിരുദ്ധമായ തട്ടിപ്പ് ആരും കാണില്ലായിരുന്നു. കാരണം പത്രങ്ങൾക്ക് എല്ലാം പരസ്യങ്ങൾ കൊടുക്കുന്നു, പത്രങ്ങളും വലിയ വാർത്തയാകുന്നു, അത് ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു. പക്ഷെ ഇതിനെല്ലാം നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള തട്ടിപ്പ് മനസ്സിലാക്കുന്നില്ല. തട്ടിപ്പ് എന്നത് ഇപ്പം നമുക്ക് പറയേണ്ടി വരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഈ 10,000 ഡാൻസേഴ്സിനെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ നൃത്തം അഭ്യസിക്കാൻ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും നൃത്തം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി ഈ നർത്തകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ അവരെ കൊണ്ടുവരുന്നതിൽ മുതൽ തട്ടിപ്പാണ്. പേര് രജിസ്റ്റർ ചെയ്യാൻ 5,000 മുതൽ 8,000 രൂപ വരെയാണ് ഇവർ വാങ്ങിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ 8,000 രൂപ വാങ്ങിക്കുമ്പോൾ നമ്മൾ 5,000 വെച്ച് കൂട്ടിയാൽ പോലും 12,000 പേർക്ക് ഏകദേശം 6 കോടിയിലധികം രൂപ ഇവർക്ക് കിട്ടുന്നു. നോക്കണേ, ഒരു 6 കോടി രൂപയാണ് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുക. അവർക്ക് ആകെപ്പാടെ 1.5 കോടി രൂപ ചിലവാകുള്ളൂ. ഇതിൻ്റെ എല്ലാം കൂടെ 6 കോടി രൂപ രജിസ്ട്രേഷൻ തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതിന് സ്പോൺസറിങ് ഉണ്ട്. ഇതിന് വലിയ ജുവലേഴ്സ്, വലിയ അവരൊക്കെ ഇതുണ്ടല്ലോ കല്യാൺ സിൽസ് ഒക്കെ എല്ലാവരും സ്പോൺസർ ചെയ്യണം. അപ്പോൾ ഈ സ്പോൺസറിങ് കൂടെ ആകുമ്പോൾ ആ കാശ് പിന്നെ ചാനലിൽ ഇത് വലിയൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ ആ ചാനലിന് ഇത് കൊടുക്കും. ഇതിൻ്റെ ഈ വലിയ പ്രോഗ്രാം മൊത്തം കവർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചാനലിന് റൈറ്റ്സ് കൊടുക്കും. അതല്ലെങ്കിൽ അവർ അല്ലാതെ തന്നെ സ്പോൺസർ പരിപാടിയായിട്ട് ഒരു ചാനലിൽ അവതരിപ്പിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശ് എല്ലാം കൂടെ ഒരു 10-20 കോടി രൂപ ഇവർ ഇതിൽ നിന്ന് ഉണ്ടാക്കിയേനെ. ഉണ്ടാക്കട്ടെ, അവർ നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. പക്ഷേ ഈ നർത്തകരെ, കലാകാരന്മാരെയും കലാകാരികളെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർക്ക് ഗിന്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഓരോരുത്തർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്തോ ഭയങ്കര സംഭവമാണെന്നല്ലേ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും കിട്ടിയ ഗിന്നസ് സർട്ടിഫിക്കറ്റ് നാളെ ഫേസ്ബുക്കിൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന പടം കാണിക്കണമല്ലോ. അതാ എനിക്കും കിട്ടിയ ഇന്നസ് കാർഡ് എന്ന് പറഞ്ഞ് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചേർന്ന് നിൽക്കണം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു വല്ലാത്ത വീക്ക്നെസ് ആണ് അങ്ങനെ കാണിക്കുക എന്ന് പറയാം. ഇപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ പൈസ കൊടുത്ത് ഇവർ നർത്തകരാകും. ഇത് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ഒരു പട്ട് സാരി കൊടുക്കും, വസ്ത്രമായിട്ടൊരു പട്ട് സാരി കൊടുക്കും. അത് 12,500 സാരികൾ കല്യാൺ ഇതിനു വേണ്ടി പ്രത്യേകം നെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ലോഗോ പ്രിന്റ് ചെയ്ത സാരിയാണ്. ആ സാരി ഇനി പുറത്തൊരിടത്തും വാങ്ങിക്കാൻ കിട്ടില്ല. ഇവർക്ക് വേണ്ടി മാത്രമാണ് 12,500 സാരി കല്യാൺ നെയ്തത്. അതിൽ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വലിയൊരു അഭിമാനമായിരിക്കും. ഉള്ള കാലം നിങ്ങൾക്ക് ഈ സാരി എവിടെ കൊടുത്തുകൊണ്ട് പോയാലും ഗിന്നസ് പരിപാടിയിൽ പങ്കെടുത്ത സാരി എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇളകിപ്പോയി പൊതുവെ, അല്ലേ? റെഗിലെ പോലുള്ളവരാണ്, പെട്ടെന്ന് ഇളകിപ്പോവും, അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്, അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ ആ സന്തോഷം, ആ ഒരു വീക്ക്നെസ്സിലാണ്. അതൊരു സന്തോഷം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അതാണ് ഇവര് മുതലെടുത്തത്. എന്നാൽ ഇത് ഒരു അരുൺ ദേവ് എന്ന് പറയുന്ന ഒരു ആളിന് ഇതൊരു തട്ടിപ്പാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാള് ഈ പൈസ അയാളുടെ ഒരു കൂട്ടുകാരനെ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവരുമായിട്ട് ഈ സംഘാടകരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംഘാടകരുടെ ചില പ്രതികരണങ്ങൾ വളരെ മോശപ്പെട്ട പ്രതികരണമായിരുന്നു. കാരണം അവരെല്ലാം 16 കോടി രൂപ കിട്ടി ഇങ്ങനെ അഹങ്കാരത്തിലിരിക്കുകയല്ലേ. അപ്പോൾ 4,500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4,500 രൂപ അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ Paytm ID തരാൻ പറഞ്ഞു. പക്ഷെ അവർ ID കൊടുത്തില്ല.
ID കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടിഎമ്മിൽ വരുന്ന പേടിഎമ്മിൽ കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്കിൽ വരും. കണക്കിൽ വരുമ്പോൾ അത് ബാങ്കിൽ അക്കൗണ്ടിങ് ആവും. ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന് GST കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ കൊടുക്കാതെ നേരിട്ടാണ് ഒരു കാശ് വാങ്ങിച്ചത് എല്ലാവരെയും ഒന്നും. അപ്പോൾ GPay വഴിയോ പേടിഎം വഴിയോ ഒരു കാശ് വാങ്ങിച്ചില്ല. അത് ഈ അരുൺ ദേവിന് മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നില്ല? ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, പിന്നെ Google Pay വഴിയാണല്ലോ, അല്ലെങ്കിൽ GPay വഴിയാണല്ലോ, അതല്ലെങ്കിൽ പേടിഎം വഴിയാണല്ലോ, ഏതെങ്കിലും വഴിയാണല്ലോ, അത് ഞങ്ങൾക്ക് തൽക്കാലം അത് ഒക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി അതിനകത്ത് തട്ടിപ്പുണ്ട്, അത് GST തട്ടിക്കാനാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ അതുപോലെ ഓരോന്നും ബന്ധപ്പെട്ടപ്പോൾ ഇയാൾക്ക് ഇതിനകത്തെല്ലാം തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി. യുവന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് വന്നപ്പോൾ ഇവർ വീണ്ടും ഇവനെ വിളിച്ചിട്ട്, അരുൺ ദേവനെ വിളിച്ചിട്ട്, നിങ്ങളുടെ സുഹൃത്തിനെ ഞങ്ങൾ മത്സരിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവന്നാ എന്ന് പറഞ്ഞു. അപ്പോഴും സംശയം വന്നു. GST ഉദ്യോഗസ്ഥന്മാർ ഈ അരുൺ ദേവ് അറിയിക്കുന്നു, ഇതിനകത്ത് GST തട്ടിപ്പുണ്ട്, ഇത്രയും കോടികൾ വരുന്ന ഒരു പിന്നെ പരിപാടിയാണ്, 5 പൈസ GST തരാതെ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് GST ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചു, പരാതി കൊടുത്തു. പക്ഷേ GST ഉദ്യോഗസ്ഥന്മാരും മൈൻഡ് ചെയ്തില്ല. കാരണം ആമാർക്കും ഇതിൻ്റെ ഒരു വിഹിതം കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പോലീസിന് കൊടുത്തു. പോലീസിനോട് പറഞ്ഞു, പോലീസ് ഇത് വലിയ തട്ടിപ്പാണ് നടക്കുന്നത്, പാവം കലാകാരന്മാരെയും കലാകാരികളെയും പറ്റിച്ചുകൊണ്ടുള്ള വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്, അതാണ് സംഭവിക്കുന്നത്. ഇത് ഗിന്നസ് മാത്രമല്ല, ഇവർ ഗിന്നസ് പിന്നെ വേൾഡ് റെക്കോർഡ് ടീമിനെ ബന്ധപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ടോ, അത് ഒരു കള്ളമാണോ, ഗിന്നസ് റെക്കോർഡ് ഉണ്ടോ, നിങ്ങളുടെ അനുവാദത്തോടെയാണോ നടക്കുന്നത്, ഇത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ, 12,000-ലധികം പേരുണ്ട്, കൊടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അനുവാദമുണ്ട്, പക്ഷേ 12,000 പേർക്കൊന്നും കൊടുക്കില്ല, അതിൻ്റെ പകുതിയോളം പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് അത്രയൊന്നും കൊടുക്കില്ല എന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആയപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഈ അരുൺ ദേവ് ഇത് വെച്ചിട്ട് എല്ലാവർക്കും പരാതി കൊടുക്കുന്നു, പിന്നെ പോലീസിന് കൊടുക്കുന്നു, ഭരണാധികാരികൾക്ക് കൊടുക്കുന്നു, GSTക്ക് കൊടുക്കുന്നു. പക്ഷെ ഇതൊന്നും ഇവരാരും മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല അവസരം പിന്നെ ഈ ഇവരുണ്ടല്ലോ നടി, എന്താ പറഞ്ഞ്, ദിവ്യ ഉണ്ണി വിളിച്ചു പറഞ്ഞു, ഇത് പറ്റിപ്പാണ്, നിങ്ങളുടെ പേരും കൂടെ വെച്ചിട്ട് നിങ്ങളുടെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇവർ കാണിക്കുന്നത് പറ്റിപ്പാണെന്ന് ദിവ്യ ഉണ്ണി ഈ അരുൺ ദേവിനെ വിളിച്ചു വരട്ടി. ഇതിനെ തൊലയ്ക്കാൻ നിൽക്കുകയാണോ, വലിയൊരു സംഭവം, കേരളത്തിന് അഭിമാനമാവുന്ന സംഭവം നടക്കാൻ പോകുമ്പോൾ ഇതിനെ പിന്നെ പാര വെച്ച് തകർക്കാൻ നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് ദിവ്യ ഉണ്ണി ഈ അരുൺ ദേവനെതിരായിട്ട് സംസാരിച്ചു. അപ്പോൾ ദിവ്യ ഉണ്ണിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഈ തട്ടിപ്പ് അറിയാമായിരുന്നു, വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് ചിലപ്പം പിന്നെ വിഹിതം എന്ന് പറയാൻ നല്ല വിഹിതം, എന്തെങ്കിലും ഒന്നല്ല, എന്തെങ്കിലും നല്ല വിഹിതം ദിവ്യ ഉണ്ണിക്കും കിട്ടുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരും കൊണ്ട് എതിർത്തത്. എന്തായാലും ഇതിൽ തട്ടിപ്പുണ്ട് എന്ന് വ്യക്തമാണ്. ഇപ്പൊ പോലീസ് ഉണർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്ത് സംഭവിച്ചതിന് ശേഷമേ നമ്മുടെ അധികൃതർ ഉണരൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ പോലീസ് ഉണരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാനും കേസെടുക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ കേസൊന്നും ഒരിടത്ത് നിർത്തില്ല. ഇവരെല്ലാം നല്ല പിടിപാടുള്ളവന്മാർ, നല്ല കാശുള്ളവന്മാരുമാണ്. ഇപ്പൊ തന്നെ പിന്നെ 7-8 കോടി രൂപ അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ മാത്രമല്ല ഉമാ തോമസ് വീണ് ഗുരുതരമാണ്, എപ്പോഴാണോ വല്ലാത്ത അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവിടെ പരിപാടി നടത്തി. എന്നിട്ട് ഈ മന്ത്രി ഉൾപ്പെടെ അവിടെ ഇരുന്ന് പരിപാടി പങ്കെടുക്കുകയും ചെയ്തു. അതാണ് അതിനേക്കാളും വലിയ ഒരു ക്രൂരത എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ നടന്നു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ നേരിട്ട് പോലീസിനെയോ അധികൃതരെ അറിയിച്ചാൽ അവരത് അംഗീകരിക്കില്ല. മാധ്യമങ്ങൾ പോലും, നമ്മളിപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ പിന്നെ സംഘാടകർക്കെതിരെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഉമാ തോമസിന്റെ സംഭവം നടന്നില്ലായിരുന്നു, നാളെ മാധ്യമങ്ങൾ പറയണത് എന്തായിരുന്നെ, ഈ സംഘാടകരെ വാഴ്ത്തിപ്പാടില്ലായിരുന്നു. ഇത്രയും ആൾക്കാരെ നിർത്തിക്കൊണ്ട് നമുക്ക് പിന്നെ വലിയൊരു റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലേ, അസംഘാടകരെ ഒരു പ്രത്യേക ഇന്റർവ്യൂ, അവർക്ക് സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തിയിട്ട് അവരെ പ്രത്യേക ഇന്റർവ്യൂ, എല്ലാം ഈ മാധ്യമങ്ങൾ നടത്തില്ലായിരുന്നോ? ഇതാണ് നമ്മൾ കാണുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.